ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രണവ് ആൻഡ് പ്രീതി ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മഷ്റൂം മസാലയാണ് കേട്ടോ. ഇന്നലെ നല്ല മഴയായത് കാരണം കുറച്ച് കൂണ് കിട്ടി. അപ്പം അത് ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചേ. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവാള ആയാലും കുഴപ്പമില്ല, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി, പിന്നെ ഒരു തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. അത് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണേ. ആ തേങ്ങാക്കൊത്ത് നല്ലവണ്ണം നല്ല ചുമന്ന കളറായി, ഒരു ബ്രൗൺ കളറായി വരുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ആ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോഴേ ആ മഷ്റൂം മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചിയും കറിവേപ്പില ഇട്ട് കൊടുത്ത്, അതിനുശേഷം ചുമന്നുള്ളിയും ഇട്ട് കൊടുക്കുക. അത് നല്ലവണ്ണം വഴറ്റിയെടുക്കണേ. അതിന് വേണ്ടി ഒരു നുള്ളി ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി കറിവേപ്പില ചേർക്കാൻ മറക്കരുത്. അതിനുശേഷം അത് നല്ലവണ്ണം വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം നല്ലവണ്ണം പച്ചമണം മാറുന്നവരെ വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത്തിരി കുരുമുളക് പൊടി കൂടി ചേർക്കുക. അതും നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് നല്ലവണ്ണം കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കഴുകിയ മഷ്റൂം എടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത് മസാലയിൽ ചേർക്കുക. അത് നല്ലവണ്ണം നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി അതിൽ പിടിപ്പിക്കുക. അത് നല്ലവണ്ണം ഇളക്കി അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം ആ മഷ്റൂമിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നല്ലവണ്ണം വെള്ളം വരും കേട്ടോ. അപ്പം അടച്ച് വെച്ച് വേവിച്ച ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പം ഇത് നല്ലവണ്ണം അടച്ച് വെച്ച് വേവിച്ച് അങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങി കേട്ടോ. അത് പിന്നെ ഒന്നുകൂടെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ മഷ്റൂം മസാല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.